പിണറായിക്കും കൂട്ടർക്കും ഒന്ന് തുമ്മിയാലോ ചുമച്ചാലോ അവർക്ക് ഈ കേരളം പോരാ. നമ്മുടെ നികുതിപ്പണം കോടികൾ പൊട്ടിച്ച് അവർക്ക് പറക്കാൻ അമേരിക്കയിലെ അത്യാധുനിക ആശുപത്രികളുണ്ട്. എന്നാൽ ഉഷാ ജോസഫിനെ പോലെയുള്ള സാധാരണക്കാർക്കോ? നിങ്ങൾക്കും എനിക്കും കിട്ടുന്നത് മെഡിക്കൽ കോളേജിലെ തുരുമ്പിച്ച കത്രികകളാണ്. ഈ സിസ്റ്റം നമ്മളെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലന്മാർ ആരാണ്? ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കാണണം. കാരണം നാളെ ഈ അവസ്ഥ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ സംഭവിക്കാം. സംഭവം തുടങ്ങുന്നത് 2021 മെയ് 10-നാണ്. ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന കാലം. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ ഉഷാ ജോസഫ് വയറിലെ ചെറിയൊരു മുഴ നീക്കം ചെയ്യാനാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. മെയ് 12-ന് ശസ്ത്രക്രിയ നടന്നു. 3 ദിവസത്തിന് ശേഷം മെയ് 15-ന് അവർ ഡിസ്ചാർജും ചെയ്തു. എല്ലാം ശരിയായി എന്ന് കരുതി ആ പാവം സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തിലെ കറുത്ത നാളുകൾ തുടങ്ങുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഉഷയുടെ വയറിലെ വേദന മാറുന്നേയില്ല. ഓരോ ദിവസവും വേദന കൂടി വന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞതല്ലേ, അതിന്റെ അസ്വസ്ഥതയായിരിക്കുമെന്ന് ബന്ധുക്കളും കരുതി. പക്ഷെ മാസം 1 കഴിഞ്ഞു, വർഷം 1 കഴിഞ്ഞു, 5 വർഷങ്ങൾ. ഈ 5 വർഷവും ആ പാവം വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഇടയ്ക്കിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകും. അവിടുത്തെ ഡോക്ടറോട് പറയും, സാർ എനിക്ക് വയറ്റിൽ വല്ലാത്ത വേദനയുണ്ട്. അന്ന് ആ ഡോക്ടർമാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? വെറും പെയിൻ കില്ലറുകൾ കൊടുത്ത് അവരെ മടക്കി അയച്ചു. അവരുടെ വേദനയെ അവഗണിക്കാൻ കാണിച്ച ആ മനസ്സ് എത്ര ക്രൂരമാണ്. 5 വർഷത്തോളം വേദന സഹിച്ച ഉഷാ ജോസഫ് ഒടുവിൽ സഹികെട്ട് ഒരു സ്വകാര്യ ലാബിൽ സ്കാനിങ്ങിനായി വിധേയയായി. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട ഡോക്ടർമാരും ലാബ് ജീവനക്കാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ റിപ്പോർട്ടിൽ തെളിഞ്ഞു വന്നത് ഒരു വിദേശ വസ്തുവാണ്. അതെ, ഒരു ശസ്ത്രക്രിയ കത്രിക. മൂർച്ചയുള്ള അറ്റങ്ങളുള്ള ആ കത്രിക 5 വർഷമായി ഉഷയുടെ വയറ്റിലെ ആന്തരിക അവയവങ്ങളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യന്റെ വയറ് തുറന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അത് തുന്നിക്കെട്ടുമ്പോൾ തങ്ങൾ ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം പുറത്തെടുത്തോ എന്ന് പരിശോധിക്കാൻ പോലും കഴിയാത്തത്രയും അശ്രദ്ധരാണോ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ? ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടി. പക്ഷെ ആരോപണ വിധേയയായ ഡോക്ടർ ലളിതാംബികയുടെയും പ്രതികരണം കേട്ടപ്പോഴാണ് കേരളം യഥാർത്ഥത്തിൽ സ്തംഭിച്ചു പോയത്. അവരുടെ ആ വിചിത്രമായ വാദം ഒന്ന് കേൾക്കാം. 5 അല്ല 50 കൊല്ലം കത്രിക ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഇതൊരു ഡോക്ടറാണേ പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്തരത്തിലൊരു വസ്തു ഇരുന്നാൽ അത് സെപ്റ്റിക് ആകുമെന്നും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുമെന്നും ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും MBBS-ഉം MD ഒക്കെ കഴിഞ്ഞ ആ ഡോക്ടറുടെ പരിഹാസം കണ്ടില്ലേ? വേദന വന്നപ്പോ എവിടെയായിരുന്നു രോഗി? ഹോമിയോയിലോ ആയുർവേദത്തിലോ പോയി കാണൂ എന്നും പറഞ്ഞ് രോഗിയെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. 38 കൊല്ലത്തെ അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതാണോ ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്? കോവിഡ് കാലത്ത് ചെയ്ത ഉപകാരം ഇപ്പൊ പാരയായി എന്ന് പറയുന്ന ഇവർക്ക് മനുഷ്യ ജീവനേക്കാൾ വലുത് സ്വന്തം ഈഗോയാണെന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായ ഒരു സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ ഉണ്ട്. ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് മുമ്പും അത് അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെയും തിയേറ്ററിലെ നഴ്സും ഡോക്ടറും ചേർന്ന് ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം. ഉപയോഗിച്ചൊരു കത്രികയോ പഞ്ഞിക്കെട്ടോ പോലും അകത്തില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ തുന്നിക്കെട്ടാവൂ. എന്നാൽ വണ്ടാനത്ത് സംഭവിച്ചത് എന്താണ്? നഴ്സുമാർ പറയുന്നത് വിശ്വസിച്ചാണ് തങ്ങൾ തുന്നിക്കെട്ടുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളം നൽകുന്നത്? ഒരു കത്രിക പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ ഒരുക്കുക എന്നത് മാത്രമാണ് കടമ എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ആ ജീവനക്കാർ കാട്ടുന്ന കൊടും അനാസ്ഥയ്ക്ക് ആര് സമാധാനം പറയും? ഈ കത്രിക മറന്നുവെച്ച സംഭവം ഇത് ഒന്നാമത്തതല്ല. അതും നമ്മൾ ഓർക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മളിത് കണ്ടതാണ്. ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഡോക്ടർ ലളിതാംബികയും അവരുടെ ടീമും ഇടതുകോട്ടകളിലെ സംരക്ഷണം അനുഭവിക്കുന്നവരാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. അതുകൊണ്ടല്ലേ അവർ ഇത്രയും ധൈര്യത്തോടെ പാവപ്പെട്ട രോഗിയെ പരിഹസിക്കുന്നത്? ഇതേ അഹങ്കാരം നമ്മൾ ആരോഗ്യമന്ത്രിയിലും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഇത്തരം വേദനകൾക്ക് മറുപടി നൽകാതെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കാമെന്ന് പറയുന്ന മന്ത്രിയുടെ നിലപാട് ആരെ സംരക്ഷിക്കാനാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹർഷീനിയുടെ കേസ് നമ്മൾ കണ്ടു. അന്നും സമാനമായ രീതിയിലുള്ള കത്രിക കുടുങ്ങിയ വാർത്തയാണ് വന്നത്. അന്ന് ആ പാവം അമ്മ തെരുവിൽ സമരം ഇരുന്നിട്ടും നീതി കൊടുക്കാൻ തയ്യാറാവാത്ത ഈ സർക്കാരാണോ ഇപ്പോൾ ഉഷാ ജോസഫിന് നീതി കൊടുക്കുമെന്ന് പറയുന്നത്? ഇടതനുകൂല സംഘടനകളിൽപ്പെട്ട ഡോക്ടർമാരാണെങ്കിൽ അവർ എന്ത് ക്രൂരത ചെയ്താലും പിണറായി വിജയന്റെ സർക്കാർ അവരെ വെള്ളപൂശും എന്ന അവസ്ഥ വന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ എവിടെ പോയാണ് പരാതി പറയേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൈക്കിന് മുന്നിൽ വരുമ്പോ പറയും കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയേക്കാൾ മികച്ചതാണ് എന്ന്. എന്നിട്ടോ ഇതേ മുഖ്യനും കൂട്ടരും ഒന്ന് തുമ്മിയാലോ ചുമച്ചാലോ അവർക്ക് അമേരിക്കയിലെ മേയോ ക്ലിനിക് തന്നെ വേണം. അല്ലാതെ അന്ന് നമ്മുടെ നമ്പർ 1 കേരളം മാതൃകയൊന്നും അവർക്ക് ഓർമ്മ കാണില്ല. നമ്മുടെ നികുതിപ്പണം കോടികൾ ചിലവാക്കിയാണ് അവർ അമേരിക്കയിലേക്ക് പോയി ചികിത്സ അനുഭവിക്കുന്നത്.
പാവപ്പെട്ട ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ കത്രികയുമായി വേദന കടിച്ചു പിടിച്ച് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ അമേരിക്കയിലെ എയർ കണ്ടീഷൻ ചെയ്ത വാർഡുകളിൽ അല്ലെങ്കിൽ റൂമുകളിൽ സുഖ ചികിത്സയിൽ ഇങ്ങനെ സുഖം പൂണ്ട് കിടക്കും. സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് വിദേശത്ത് പോയി ചികിത്സിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്നിട്ട് നമുക്ക് ഒരുക്കി തരുന്നത് ഇതുപോലത്തെ ഡോക്ടർമാരെയും ഇതുപോലത്തെ ആശുപത്രികളും ഇടിഞ്ഞു വീണ് തലയിലേക്ക് പൊളിഞ്ഞു വിടാൻ നിൽക്കുന്ന ആശുപത്രികളൊക്കെയാണ്. സാധാരണക്കാരന് ഇവിടെ കത്രികയും മരുന്നും ഇല്ലാത്ത ആശുപത്രികളും നൽകി അവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് എന്ത് ആരോഗ്യ കേരളത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? ഞാനും നിങ്ങളും ഉഷ ജോസഫും അടങ്ങുന്ന സാധാരണക്കാർ ഇവിടെ വെറും നിസ്സഹായരാണ്. നമുക്ക് ലക്ഷങ്ങൾ കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ കഴിയില്ല. നമ്മൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. അവിടെ ചെന്നാൽ ഡോക്ടർമാരുടെ അഹങ്കാരവും നഴ്സുമാരുടെ അവഗണനയും ഒക്കെ നമ്മൾ നേരിടണം. അതിനും പുറമെ ഇതാ ഇപ്പോ ശരീരത്തിനകത്ത് കത്രിക വെച്ച് തുന്നിക്കെട്ടുന്ന അനാസ്ഥയും. നമ്മുടെ വിധി ഇതാണോ? നികുതി കൃത്യമായി കൊടുക്കുക, എന്നിട്ട് ഒടുവിൽ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ പിഴവുകളൊക്കെ കൊണ്ട് മരിക്കുക. മന്ത്രി വീണ ജോർജ് ഇപ്പോ വിശദമായ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടു എന്നൊക്കെ പറയുന്നു. എന്ത് അന്വേഷണം? എന്തിനു വേണ്ടി? ആരന്വേഷിക്കാനാണ്? ഈ കുറ്റകൃത്യം ചെയ്ത ഡോക്ടർമാരുടെ സുഹൃത്തുക്കൾ തന്നെ അന്വേഷിച്ചാൽ നീതി ലഭിക്കുമോ? വണ്ടാനം മെഡിക്കൽ കോളേജിൽ വാർത്താ സമ്മേളനം നടന്നപ്പോൾ ഉണ്ടായ നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ളവരും എല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ മുഖം മറച്ച് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം ഉപയോഗിച്ച് നീക്കി. അധികൃതർ പറയുന്നത് ഡോക്ടർ ലളിതാംബികയല്ല സർജറി നടത്തിയത് എന്നാണ്. പകരം ഡോക്ടർ ഷാഹിദയാണ് നേതൃത്വം നൽകിയത് എന്ന് പറയുന്നു. ഷാഹിദ ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നും ഇത്ര വലിയ അബദ്ധം വരുത്തിയ ആ ഡോക്ടർക്കെതിരെ ഉടൻ നടപടി എടുക്കാതെ അവരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ ഏത് ഉന്നതന്റെ കൈകളാണുള്ളത്? അതേസമയം ഇവിടുത്തെ അനീതിക്കെതിരെ പ്രസംഗിക്കുന്ന ഡോക്ടർമാരെയൊക്കെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യും. ഹാരിസ് ഡോക്ടറുടെ അവസ്ഥ നമ്മൾ കണ്ടു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ റിപ്പോർട്ട് എന്ന് വരും? റിപ്പോർട്ട് പോലീസിന് കൈമാറുമെന്ന് മന്ത്രി പറയുന്നു. പോലീസ് ആ റിപ്പോർട്ട് വെച്ച് എന്ത് ചെയ്യും? എല്ലാം ഒതുക്കി തീർക്കാനുള്ള വഴികളല്ലേ ഇതൊക്കെ? നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങുന്ന ഡോക്ടർമാർ മെഡിക്കൽ കോളേജിന് പുറത്ത് വീട്ടിലും സ്വകാര്യ ക്ലിനിക്കിലും ചികിത്സ നടത്തുന്നുണ്ടോ എന്ന കാര്യവും പണം നൽകിയെന്ന ആരോപണവും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ഉള്ളിൽ നടക്കുന്ന അഴിമതിയുടെ വ്യാപ്തി. അത് ഒരിക്കലല്ല പലതവണ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പല ഡോക്ടർമാരും സർക്കാർ ശമ്പളവും വാങ്ങി തങ്ങളുടെ പ്രൈവറ്റ് പ്രാക്ടീസ് തകൃതിയായി നടത്തുന്നുണ്ട്. വണ്ടാനത്തെത്തുന്ന രോഗികളോട് എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെ വീട്ടിൽ പോയി കാണുന്ന രോഗികൾക്ക് മാത്രമേ ആശുപത്രിയിൽ വേണ്ട പരിഗണന ലഭിക്കുകയുള്ളൂ. ഈ പരാതി പഴയതാണ്. ഉഷ ജോസഫിന്റെ ബന്ധുക്കളും പറയുന്നത് അവർ ഡോക്ടർ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്നാണ്. ഈ അവിശുദ്ധ ഇടപാടുകൾക്കിടയിലാണ് സാധാരണക്കാരന്റെ ജീവൻ ഹോമിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇത് കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് അമേരിക്കയിലെ ചികിത്സകളല്ല. നമ്മുടെ നാടിന് വേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ്. ഭരണാധികാരികൾ തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വിദേശത്ത് പോയി സുഖ ചികിത്സയൊക്കെ നടത്തുമ്പോൾ ഇവിടുത്തെ പാവങ്ങൾ വയറ്റിൽ കത്രികയും പൂട്ടും കോടാലിയും ഒക്കെ വെച്ച് അതും പേര് നരകിക്കുന്നത് ഇനി അനുവദിക്കാനാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും മറുപടി പറഞ്ഞേ തീരൂ. എവിടെയാണ് നിങ്ങളുടെ ആ നമ്പർ 1 കേരളം? സാധാരണക്കാരന്റെ കണ്ണീരൊപ്പം കഴിയാത്ത സർക്കാർ എന്തിനാണ് ഇവിടെ ഭരിക്കുന്നത്? ഡോക്ടർ ലളിതാംബികയെ പോലെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ പാവപ്പെട്ടവന്റെ ജീവൻ അടിയറവ് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.